ലഹരിക്കെതിരെ കടുത്ത നടപടി ഉറപ്പെന്ന് ഒരേ വേദിയിൽ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. കേരളത്തിലെ ലഹരി മാഫിയയെ തുടച്ചു നീക്കാനും തീരുമാനം. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് ലഹരി മാഫിയയ്ക്കെതിരായ ശക്തമായ നടപടികളുമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം പാടെ മാറിയിരിക്കുകയാണെന്നും മയക്കുമരുന്ന് ഉപയോഗം മൂലം ഭയാനകമായ അവസ്ഥയാണ് നിലവിലുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി മാഫിയയെ കേരളത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും കേരള പോലീസിന്റെയും എക്സൈസിന്റെയും കയ്യൊപ്പുള്ള മികച്ചൊരു പദ്ധതിയായി ഇത് മാറണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ മയക്കുമരുന്നിനെ നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഈ ശൃംഖലയെ നമ്മൾ ആട്ടി ഓടിക്കുക തന്നെ ചെയ്യും. അതിനാടിന്റെ യുവത്വത്തിന് വേണ്ടി ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല. പുതുതലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കുന്ന മാഫിയക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി ആവിഷ്കരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കുട്ടികളെ കണ്ടെത്തി പുതിയ തലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന വലിയ വലിയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെയും കുട്ടികളെയും വഴിതെറ്റിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായ അന്തർദേശീയ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി കേരളത്തിൽ ഈ താല്പര്യമുള്ള ആളുകൾ, നിക്ഷിപ്ത താല്പര്യക്കാർ പ്രവർത്തിക്കുകയാണ്. ഒരിക്കൽ അവരുടെ വലയിൽ വീണു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മോചനമില്ല. അതുകൊണ്ടാണ് അവരുടെ വലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പിടികൂടി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എൻഫോഴ്സ്മെന്റ് മറ്റു ഭാഗത്ത്. ശക്തമായ നടപടികളുമായിട്ട് കേരള പോലീസ് മുന്നോട്ട് പോകും. IG പുട്ട വിമലാദിത്യയെ ഓപ്പറേഷൻ തൂഫാന്റെ നോഡൽ ഓഫീസറായി നിയമിച്ചതായും വേദിയിൽ പ്രഖ്യാപനമുണ്ടായി. ജനം, തിരുവനന്തപുരം.